മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. BMH ഡോക്ടർ ചാനലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രമേഹ രോഗികളുണ്ട്. അതോടൊപ്പം തന്നെ പ്രമേഹ സംബന്ധമായി ബാധിക്കുന്ന മറ്റ് രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു ടോപ്പിക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രമേഹ രോഗം കണ്ണുകളെ ബാധിക്കും, പ്രധാനമായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ചേരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ നിമ്മി മെറിൻ മാത്യു. വെൽക്കം മാം. താങ്ക് യു മാം. ഇന്നത്തെ ടോപ്പിക്ക് പ്രമേഹവും കണ്ണും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണെന്ന് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം ജനറലി ആദ്യം ഒന്ന് പറയുമോ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രമേഹം മൂലം? പ്രമേഹം കണ്ണിൻ്റെ കൺപോള മുതൽ കണ്ണിൻ്റെ ഞരമ്പ്, അതായത് റെറ്റിന വരെ ബാധിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കണ്ണിൻ്റെ പോളയിൽ അടിക്കടി ഉണ്ടാകുന്ന കൺകുരു, ഡ്രൈനസ്, അതുപോലെ കാഴ്ച മങ്ങൽ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന തിമിരം, കണ്ണിൻ്റെ പ്രഷർ കൂടി കണ്ണിൻ്റെ ഞരമ്പിന് കേടുവരുന്ന ഗ്ലോക്കോമ, അതുപോലെ കാഴ്ച മങ്ങലിലേക്ക് കാലക്രമേണ എത്താവുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇതെല്ലാം പ്രമേഹ രോഗികളിൽ സാധാരണമായി കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു മോസ്റ്റ് കോമൺ കേസ് റെറ്റിനോപ്പതിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുമോ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പ്രമേഹത്തിൻ്റെ ഒരു സങ്കീർണ അവസ്ഥയാണ് കണ്ണുകളിൽ ബാധിക്കുന്ന. കാലപ്പഴക്കം മൂലമുള്ള പ്രമേഹത്തിലാണ് കൂടുതലായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതി കാണുന്നത്. കണ്ണിൻ്റെ നേത്രാന്തര പടലമായ റെറ്റിനയെ പ്രമേഹം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ കണ്ണിൻ്റെ റെറ്റിനയിലുള്ള വളരെ ചെറിയ രക്തക്കുഴലുകൾക്ക് അടവ് സംഭവിക്കുകയും അതുമൂലം കണ്ണിൻ്റെ ഞരമ്പിൽ നീർക്കെട്ടുണ്ടാവുകയും കാലക്രമേണ ബ്ലീഡിങ്ങിലേക്കും കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും എത്താനും സാധ്യതയുണ്ട്. ഇത് പേഴ്സൺ ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് എല്ലാ പ്രമേഹ രോഗികളിലും ഇതിനുള്ള ചാൻസ് ഉണ്ടോ, അതോ നമ്മളുടെ ശാരീരിക ഘടനയും ഒക്കെ വെച്ചിട്ട് മാറ്റമുണ്ടോ? എല്ലാവരിലും വരണമെന്ന് നിർബന്ധം ഇല്ലാന്നുണ്ടോ? പ്രമേഹമുള്ള എല്ലാവർക്കും ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ സാധ്യതയുണ്ട്. അതിപ്പം പലതരം പ്രമേഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ്, അതുപോലെ കുട്ടികളിലെ പ്രമേഹം, ഗർഭകാലത്തുണ്ടാവുന്ന പ്രമേഹം, ഇങ്ങനെയുള്ള എല്ലാ പ്രമേഹ രോഗികളിലും വർഷങ്ങൾ കഴിയും തോറും പ്രമേഹം ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അത് എത്രത്തോളം അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതും ഈ കാലപ്പഴക്കവും, ഇത് രണ്ടുമാണ് മെയിനായിട്ടും ഉള്ള ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് എത്തിക്കുന്ന ഫാക്ടേഴ്സ്. ഒരു പ്രമേഹ രോഗിയിൽ പ്രമേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് എത്ര നാളുകൾക്കുള്ളിലാണ് കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വരുന്നത്? അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് 5 വർഷം, ആദ്യത്തെ ഒരു 5 വർഷം വളരെ സേഫ് ആയിരിക്കും. ആദ്യത്തെ ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ റുട്ടീനായിട്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് എല്ലാ വർഷവും നോക്കണം. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് ഒരു 40 വയസ്സിന് ശേഷം കണ്ടുപിടിക്കുന്ന ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്ന അപ്പോൾ തന്നെ ആദ്യത്തെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ്ങിനും അവർ വിധേയരാവേണ്ടതാണ്. കാരണം നമ്മൾ അപ്പോഴാണ് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്കിലും മേ ബി അവർ നേരത്തെ ഡയബറ്റിക് ആയിരുന്നിരിക്കും, വർഷങ്ങളോളം ചിലപ്പോൾ ഡയബറ്റിക് ആയിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഒരു റുട്ടീൻ ഐ ടെസ്റ്റിൻ്റെ സമയത്ത് കണ്ണിൻ്റെ ഞരമ്പ് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കണ്ടിട്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാറുണ്ട്. ഇതിലേതും ആദ്യം കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പ്രാരംഭ ലക്ഷണങ്ങൾ ആയിട്ട് എന്തെങ്കിലും കാണിക്കുമോ പ്രമേഹ രോഗികളിൽ കണ്ണിനെ ബാധിച്ചു തുടങ്ങി എന്നുള്ളത്? പ്രാരംഭ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അത് കാരണം പ്രത്യേകിച്ച് ഒരു കാഴ്ച മങ്ങലിലേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും വൈകിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായ സ്ക്രീനിങ് എല്ലാ വർഷവും വേണം എന്ന് നിർബന്ധമായും പറയുന്നത്. ഇപ്പോൾ അഥവാ അങ്ങനെ സ്ക്രീൻ ചെയ്ത് നമുക്ക് എയർലി ഡിറ്റക്ഷൻ നടത്തിയാൽ പ്രയോജനപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെറ്റർ സൈഡ് എന്ന് പറയുന്നത്. അതായത് ചികിത്സ നമുക്ക് വൈകിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ കാഴ്ചയെ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്തായാലും ഒരു വശം അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ മറ്റു വശം കൂടെ അറിയണമല്ലോ. അഥവാ കുറച്ച് താമസിച്ചാണ് കണ്ടുപിടിക്കുന്നത്, കുറച്ചൊരു വൈകിയ സമയത്താണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിലോ? വൈകിയ സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും രോഗിക്ക് രോഗലക്ഷണങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുക. ആ സമയത്ത് കാഴ്ച മങ്ങലുണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതി കാഴ്ച മങ്ങലിലേക്ക് എത്തുന്നത് മെയിനായിട്ടും 2 അവസ്ഥയിലാണ്. ഒന്ന് ഡയബറ്റിക് മാക്കുലർ എഡിമ, രണ്ടാമത്തത് കണ്ണിൻ്റെ ഞരമ്പിൽ ബ്ലീഡിങ് വന്നിട്ട് വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇതിൽ ഡയബറ്റിക് മാക്കുലർ എഡിമ എന്ന് പറയുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലെ വളരെ ചെറിയ രക്തക്കുഴലുകളിൽ നിന്നും വെള്ളവും കൊഴുപ്പും ലീക്ക് ചെയ്ത് കണ്ണിൻ്റെ സൂക്ഷ്മദൃഷ്ടിയായ മാക്കുലയിൽ നീർക്കെട്ട് വരും.
ഇതുമൂലം രോഗിക്ക് നേരെ നോക്കുമ്പോൾ സെൻട്രൽ വിഷൻ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ദൂരക്കാഴ്ചയിലും അടുത്ത് വായിക്കുന്നതിനും അവർക്ക് മങ്ങൽ തോന്നും. ആ സമയത്തായിരിക്കും രോഗി ഒരു ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഓൾറെഡി അവർക്ക് ഡയബറ്റിക് മാക്കുലർ എഡിമ ഉണ്ട്. അപ്പം ഇത് ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇത് കൂടാതെ ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ ഞരമ്പിൽ ചെറിയ രക്തക്കുഴലുകൾ പുതിയതായി വളർന്നു വരും. അതായത് കണ്ണിൻ്റെ റെറ്റിനയിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടി പുതിയ രക്തക്കുഴലുകൾ വളർന്നു വരും. ഇത് വളരെ ഫ്രജൈലായിരിക്കും. നമ്മുടെ ശരീരത്തിൽ സാധാരണയുള്ള രക്തക്കുഴലിൻ്റെ അത്രയ്ക്കും ബലമുള്ളതല്ല. അതുകൊണ്ട് തന്നെ രോഗി ഒന്ന് ശക്തിയായിട്ട് ചുമയ്ക്കുകയോ തുമ്മുകയോ ഒരു ഭാരമുള്ള വസ്തു എടുക്കുകയോ കുനിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ രക്തക്കുഴലുകൾ പൊട്ടാനും അങ്ങനെ ബ്ലീഡിങ് വരാനും അങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പം കാഴ്ച കുറഞ്ഞ് അവസാനം പൂർണ്ണമായിട്ടും ഇല്ലാതെ വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒപ്പം പെയിൻഫുൾ ആണോ? അല്ല, ഇത് സാധാരണ വേദന ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗി പലപ്പോഴും വേദനയില്ല, ആദ്യ ഘട്ടങ്ങളിൽ ഒട്ടും കാഴ്ച മങ്ങലും ഇല്ല. അതുകൊണ്ട് തന്നെ രോഗി ഒരിക്കലും ഡോക്ടറെ കാണാനായിട്ട് എത്തുന്നില്ല. കണ്ണിൻ്റെ ഞരമ്പ് നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ഫിസിഷ്യൻസ് തന്നെ നിർബന്ധമായിട്ടും കണ്ണിൻ്റെ ഞരമ്പ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പ്രമേഹ രോഗികളെ വിടുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? നമുക്ക് സാധാരണ കണ്ണാടിയൊക്കെ വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതിനെന്താ ട്രീറ്റ്മെൻറ്റ്? ഉള്ളിൽ കഴിക്കുന്നതാണോ? തുടക്കത്തിൽ നമ്മൾക്ക് അതായത് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അന്നേരം കണ്ണിൻ്റെ ഞരമ്പിൽ റെറ്റിനയിലുള്ള വ്യത്യാസങ്ങൾ എന്നനുസരിച്ച് ഓരോ സ്റ്റേജ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതിയെ ഇല്ല എന്നുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വർഷത്തിൽ 1 സ്ക്രീനിങ് ടെസ്റ്റ് നോക്കിയാൽ മതി. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ. അവർക്ക് ചികിത്സ ഒന്നും ആവശ്യമില്ല. അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് വളരെ നോർമലായിട്ട് കീപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ 3 മാസത്തെ ആവറേജായ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ A1C എന്ന ടെസ്റ്റ് നോക്കുക. ഒരു 7-നടുത്ത് ഹീമോഗ്ലോബിൻ A1C കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾഡ് ആണ്. ആ കൂടാതെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം നിയന്ത്രിക്കുക, പുകവലി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാതെ തന്നെ നോക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏർലി ചേഞ്ചസ്, അതായത് ഒരു ആദ്യഘട്ടത്തിൽ ഒരു മൈൽഡ് ചേഞ്ചസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരു 6 മാസം കൂടുമ്പോൾ അവരെ ഒരു ഫോളോ അപ്പിന് വിളിപ്പിക്കും. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇതുപോലെ കണ്ണിൻ്റെ ഞരമ്പ് നോക്കുക, വ്യത്യാസങ്ങൾ കൂടുന്നുണ്ടോ എന്നറിയാം. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ സാരമായി കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധ ചികിത്സകളുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് മെയിനായിട്ടും ലേസർ ചികിത്സ, ഞരമ്പിനുള്ളിലെടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പിന്നെ കാഴ്ച ഞരമ്പ് വിട്ടു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അതിനുള്ള സർജറിയും അവൈലബിൾ ആണ്. ലേസർ സർജറി ട്രീറ്റ്മെൻറ്റുകളെ പറ്റി പറഞ്ഞു. മെയിനായിട്ടും തുടക്കം ഉള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഒരു കോംപ്ലക്സ് സ്റ്റേജിലാണോ സർജറീസ്? പൊതുവെ കണ്ണിൻ്റെ സർജറി ആയതുകൊണ്ട് ആളുകൾക്ക് പേടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. നമ്മൾ കണ്ണിൻ്റെ ഞരമ്പിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ രക്തക്കുഴൽ വളർന്നു വരും. അതായത് ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടി. ഈ ഒരു സ്റ്റേജിൽ ആ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ ചെയ്യുന്നത്. അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ ലേസർ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലീഡിങ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ പുതിയതായി രക്തക്കുഴലുകൾ വളർന്നു വന്നത് ചുങ്ങിപ്പോവാനും സഹായകരമാകും. ലേസർ ചികിത്സ ഒരിക്കലും വേദനയുള്ളതല്ല. 2-3 സിറ്റിംഗ് ആയിട്ട് വേണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. വേദനാരഹിതമായ വളരെ ഒരു OPD പ്രൊസീജിയർ തന്നെയാണ് ലേസർ ചികിത്സ എന്ന് പറയുന്നത്. ഇതുപോലെ കണ്ണിൻ്റെ ഞരമ്പിനുള്ളിൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് നമ്മൾ പ്രധാനമായിട്ടും ഡയബറ്റിക് മാക്കുലർ എഡിമ എന്ന അവസ്ഥയിൽ കണ്ണിൻ്റെ ഞരമ്പിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇതിന് കണ്ണിൻ്റെ ഞരമ്പിലെടുക്കുന്ന ഇഞ്ചെക്ഷൻസ് പ്രധാനമായും അവാസ്റ്റിൻ, റാണിബിസുമാബ്, അഫ്ലിബെർസെപ്റ്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ആക്ഷൻ സെയിം തന്നെയാണ്. അതായത് കണ്ണിൻ്റെ ഞരമ്പിലെ നീർക്കെട്ട് കുറയ്ക്കുക എന്നതാണ്. എങ്കിലും നേരിയ വ്യത്യാസം, അതായത് എത്രമാത്രം നീര് കുറഞ്ഞു, എത്ര കാലയളവിലേക്ക് ആ നീര് കുറഞ്ഞത് നിലനിൽക്കും എന്നുള്ളതിലൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഈ മരുന്നുകൾ തമ്മിലുണ്ട്. ഇതുപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പിനുള്ളിൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസും എടുക്കാൻ പറ്റും. അതും വളരെ ഫലപ്രദമാണ് കണ്ണിൻ്റെ ഞരമ്പിലെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ ബ്ലീഡിംഗ് ഉണ്ടായി പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ ആ ഒരു ബ്ലീഡിംഗ് ഉള്ള അവസ്ഥയിൽ നമുക്കൊരു വിട്രിയസ് ഹെമറേജ് ഉള്ളപ്പോൾ നമുക്ക് ആ വിട്രക്ടമി ചെയ്ത് അത് നീക്കി കളഞ്ഞ് കാഴ്ച വീണ്ടെടുക്കുവാനായി സാധിക്കും. സർജിക്കൽ പ്രൊസീജിയറായിട്ട്. ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പ് വിട്ടുപോകുന്ന ഒരവസ്ഥ. അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസ് ആണ്. ആ ഒരു സമയത്താണ് ആ വിട്ടുപോയ ഞരമ്പ് ഫിക്സ് ചെയ്യാനുള്ള
റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിന് വേണ്ടിയുള്ള സർജറീസൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു പ്രൊസീജിയേഴ്സിലൊക്കെ ഏകദേശം ഒരു 60% ഒക്കെ കാഴ്ച വീണ്ടെടുക്കാൻ രോഗിക്ക് തീർച്ചയായും സാധിക്കുകയും ചെയ്യും. അതായത് അവരുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു കാഴ്ച വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എത്ര കോംപ്ലക്സിലേക്ക് പോയാലും നമുക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യമുണ്ട്, ഒരു 60% വരെയൊക്കെ പ്രതീക്ഷ അല്ലേ? അത് കഴിഞ്ഞ് ആ ഒരു 60% പിന്നെ സ്പെക്സ് ആണോ അവർക്ക് പ്രിഫർ ചെയ്യുന്നത്? വ്യക്തമായ കാഴ്ചക്ക് നമ്മൾ മാക്സിമം ഒരു സ്പെക്ടക്കിൾ കറക്ഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ തീരെ കാഴ്ച കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ മാഗ്നിഫൈഡ് ലെൻസസ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് പ്രൊവൈഡ് ചെയ്യാം. പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ കണ്ണിനെ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതും അതിനൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് കുറയുമോ? അതാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ചേഞ്ചസ് ഒരിക്കൽ കണ്ണിൻ്റെ ഞരമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല. അതായത് ഒരിക്കൽ വന്ന മാറ്റങ്ങൾ തിരിച്ച് പഴയതുപോലെ ആവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഡയബറ്റീസ് നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ നമുക്കിത് പ്രോഗ്രസ് ചെയ്യാതെ അത് സ്റ്റേജ് 1 എന്നുള്ളത് സ്റ്റേജ് 2 എന്ന ലെവലിലേക്ക് ആവാതെ കൂടാതെ നോക്കാൻ തീർച്ചയായും സാധിക്കും. ലേസർ ചികിത്സ, സർജിക്കൽ മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞു. അത് വൺസ് ചെയ്താൽ പിന്നെയും റിലാപ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ടോ? ലേസറുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട വരാറുണ്ട് തീർച്ചയായും. പ്രത്യേകിച്ച് ഒരു തവണ ലേസർ ചെയ്തു എന്നതുകൊണ്ട് അത് അവിടെ കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ലേസർ ചെയ്യുന്നത് എപ്പോഴും കൂടിയ ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് സാരമായി ബാധിച്ച ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ രോഗി എന്തായാലും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാവണം. ലോങ് ആയിട്ട് കൊണ്ടുപോകണം. ദീർഘകാലം നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലൈഫ് ലോങ് ഡിസീസാണ്. അതുപോലെ തന്നെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയും. നമ്മൾ ലൈഫ് ലോങ് അതിന്റെ ഫോളോ അപ്പും ട്രീറ്റ്മെന്റ്സും കൊണ്ടുപോകേണ്ടി വരും. ഏർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏർലി ഡിറ്റക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പ്രോഗ്രസ് ചെയ്യാതെ കൃത്യമായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. രോഗം കണ്ടുപിടിക്കുന്നത് പ്രധാനപ്പെട്ടതായിരിക്കെ മെയിനായിട്ടുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ? ആദ്യം കാഴ്ച പരിശോധന തന്നെയാണ്. എത്രത്തോളം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യമേ അറിയണം. അതുപോലെ തന്നെ പ്രധാനമാണ് കണ്ണിൽ മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്ത് ഫണ്ടസ് എക്സാമിനേഷൻ, അതായത് കണ്ണിൻ്റെ റെറ്റിന പരിശോധിക്കുന്നത്. ഈ ടെസ്റ്റാണ് നമ്മൾ റുട്ടീനായിട്ട് എല്ലാ ഫോളോ അപ്പിലും ഡയബറ്റിക് പേഷ്യൻസിന് നോക്കേണ്ടത്. എല്ലാ വർഷവും നിർബന്ധമായിട്ടും നോക്കേണ്ടത് ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ ആണ്. ഇനി വ്യത്യാസങ്ങളുണ്ട്, ഓൾറെഡി ഡയബറ്റിക് റെറ്റിനോപ്പതി ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് എവാലുവേഷന് വേണ്ടിയിട്ട് ബാക്കി ടെസ്റ്റുകളുണ്ട്. ഫണ്ടസ് ഫ്ലൂറിസിൻ ആൻജിയോഗ്രഫി, അതുപോലെ OCT ഒക്കുലർ കൊഹറൻസ് ടോമോഗ്രഫി എന്നീ ടെസ്റ്റുകൾക്കും രോഗി വിധേയനാവേണ്ടതാണ്. ഇതിൽ ഫണ്ടസ് ഫ്ലൂറിസിൻ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് കയ്യിലെ ഒരു ഞരമ്പിൽ നമ്മളൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും. ഈ ഡൈ കണ്ണിൻ്റെ റെറ്റിനയിലുള്ള രക്തക്കുഴലിലൂടെ പാസ് ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോസ് എടുക്കും, സീരിയൽ ഫോട്ടോസ് എടുക്കും. അപ്പം അത് നോക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഞരമ്പിലെ രക്തക്കുഴലുകൾക്ക് അടവുണ്ടോ, എത്രമാത്രം ലീക്കുണ്ട്, അതുപോലെ പുതിയ രക്തക്കുഴലുകൾ വളർന്നു വന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ OCT സ്കാനിങ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ മാക്കുലയുടെ സ്കാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സൂക്ഷ്മ ദൃഷ്ടി, മാക്സിമം കാഴ്ചയുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ സ്കാനിങ് ആണ് നോക്കുന്നത്. ഇതിൽ എത്രത്തോളം കാഴ്ച ഞരമ്പിൽ നീർക്കെട്ടുണ്ട്, ഡയബറ്റിക് മാക്കുലർ എഡിമയിൽ നീർക്കെട്ട് എന്ന് മാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി അറിയാൻ പറ്റും. എന്ത് ടൈപ്പ് ഓഫ് നീരാണ്, എങ്ങനെയുള്ള ഇഞ്ചെക്ഷൻസ് ആണ് നമുക്ക് ഈ പേഷ്യൻറ്റിന് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ OCT സ്കാനിങ്ങിന് ശേഷമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 1 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ OCT സ്കാനിങ് ചെയ്ത് നോക്കും. അതായത് എത്രത്തോളം നീര് കുറഞ്ഞു ആ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ രോഗികൾക്ക് ആവർത്തിച്ചുള്ള ഇഞ്ചക്ഷൻസിനും വിധേയമാകേണ്ടി വരാറുണ്ട്. ഒരു സാധാരണക്കാർക്ക് ഭീമമായിട്ടുള്ള വലിയ കോസ്റ്റിലേക്ക് പോകുന്ന തരം ചികിത്സകളാണോ ഇത് എല്ലാം? അല്ല, ലേസർ ചികിത്സയും ഇഞ്ചക്ഷൻസ് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ലേസർ ചികിത്സ അധികം കോസ്റ്റ്ലി അല്ലാത്തൊരു OP പ്രൊസീജിയറാണ്. ഇഞ്ചക്ഷൻസും OP പ്രൊസീജിയർ തന്നെയാണെങ്കിലും ആ മരുന്നിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും. എങ്കിലും അത് വളരെ ഫലപ്രദമാണ് നമ്മൾ തുടക്കത്തിലേ ചെയ്യുകയാണെങ്കിൽ. കുറച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡയബറ്റിക് മാക്കുലർ എഡിമയാണെങ്കിൽ നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും അതിനനുസരിച്ച് കുറച്ച് കുറവായിരിക്കും. നമ്മൾ പിന്നീട് എത്ര ഇഞ്ചക്ഷൻസ് എടുത്താലും ഓൾറെഡി വന്ന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും കണ്ണിൻ്റെ ഞരമ്പിൽ. അതുകൊണ്ട് തുടക്കത്തിലേ കണ്ടുപിടിച്ച് നമ്മൾ കണ്ണിനുള്ളിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്താൽ ആ നീർക്കെട്ട് പൂർണ്ണമായും വലിയാനുള്ള സാധ്യതയും ഉണ്ട്. ഏജ് കാറ്റഗറി അനുസരിച്ച് വൾണറബിലിറ്റിയിൽ വ്യത്യാസമുണ്ടോ രോഗങ്ങൾ? ഇതിപ്പം ചെറിയ പ്രായത്തിലുള്ളവർക്കും ഷുഗർ വരും, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് പറഞ്ഞു. അപ്പോൾ ഒരു യങ് കമ്മ്യൂണിറ്റിയും കമ്പയർഡ് ടു ഒരു കുറച്ച് സീനിയർ പേഴ്സൺസ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം കുട്ടികളിലുള്ള ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അത് ലോങ് ഡ്യൂറേഷൻ നിൽക്കുന്ന ഡയബറ്റീസ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല, ലൈഫ് ലോങ് ആണല്ലോ.
അപ്പോൾ കുട്ടികളിൽ തുടങ്ങുന്ന ഡയബറ്റീസിൽ തീർച്ചയായും ഡയബറ്റിക് റെറ്റിനോപ്പതിക്കുള്ള സാധ്യത കൂടുതലാണ് ശരിക്കും, അഡൾട്ട്സിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കൺട്രോൾ വേണം. ഇൻസുലിനും അതുപോലെ ഡയബറ്റീസിനുള്ള മരുന്നുകളും കൃത്യമായിട്ട് രോഗി എടുക്കുക. അതുപോലെ ആഹാരം ശ്രദ്ധിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. ആഹാരക്രമങ്ങൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒഴിവാക്കേണ്ടതെന്ന് ജനറലി പറയാൻ പറ്റും. ജനറലി നമ്മൾ പ്രമേഹ രോഗികളോട് പറയുന്നത് പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ആഹാരങ്ങൾ കഴിവതും കുറയ്ക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇതിൽ കൂടെ വളരെ പ്രധാനമാണ് പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത്. കാരണം പുകവലിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രോഗ്രഷൻ കൂടുതലായിരിക്കും. അതുപോലെ വ്യായാമം, നമ്മുടെ ജീവിത ശൈലികൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ നമ്മൾക്ക് ഡയബറ്റീസിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രധാനമാണ് ഉറക്കവും. കൃത്യമായ ഉറക്കവും നമ്മുടെ ഹോർമോൺ വ്യത്യാസങ്ങളെ ഒഴിവാക്കും. അത് തന്നെ ഡയബറ്റീസിന് നല്ലൊരു കൺട്രോൾ തരാൻ സഹായിക്കും. മേഡം, അതുപോലെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ പ്രമേഹം വന്ന് പിന്നീട് അത് ക്യൂറായി ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ന്യൂ ബോൺ ബേബീസിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ടോ കണ്ണിൻ്റെ ആരോഗ്യത്തെ? ഇല്ല, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് ന്യൂ ബോണിൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കില്ല. പക്ഷേ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലപ്പോൾ അവർ പ്രീ ടൈം ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വേറെ കാര്യങ്ങൾക്ക് വേണ്ടി റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി സ്ക്രീനിങ് അതുപോലെ ഫണ്ടസ് എക്സാമിനേഷനൊക്കെ നോക്കാറുണ്ട്. പ്രീ ടൈം ബേബി ആണെങ്കിൽ, ബർത്ത് വെയിറ്റ് കുറവാണെങ്കിൽ. അല്ലാതെ ഡയറക്റ്റായിട്ട് അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കില്ല. റിസ്ക് ഫാക്ടേഴ്സും ട്രീറ്റ്മെൻറ്റും രോഗത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ കിട്ടി. ഒരു ജനറലായിട്ടൊരു കാര്യം ചോദിച്ചാൽ, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളവർ സ്ക്രീനിങ്, ഇപ്പോൾ മൊബൈൽ ടി വി ഒക്കെ ഒരുപാട് കണ്ടാൽ, ഒരുപാട് ടു മച്ച് ഫിസിക്കൽ എക്സർസൈസ് വർക്ക് വെയിലത്തൂടെ ഒരുപാട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കണ്ണിന് നമുക്ക് ജനറലി സ്ക്രീൻ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എന്തെങ്കിലും കോംപ്ലക്സിറ്റിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടോ? സാധാരണ ആൾക്കാർക്ക് തന്നെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. സ്ക്രീൻ ടൈം കൂടും തോറും നമ്മുടെ നമ്മുടെ ബ്ലിങ്കിങ് റേറ്റ് കുറവായിരിക്കും. നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണ് അടയ്ക്കുകയില്ല. ഈ ബ്ലിങ്കിങ് റേറ്റ് കുറയുമ്പോൾ കണ്ണിൻ്റെ മസിൽസിന് അത് ഭയങ്കര ക്ഷീണമാണ്. അതുപോലെ തന്നെ ഡ്രൈനെസ് കൂടും. സ്വാഭാവികമായിട്ടും ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഡ്രൈനെസ് കൂടുതലായിരിക്കും സാധാരണ ആൾക്കാരെക്കാളും. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ വളരെ നോർമൽ ആൾക്കാരെക്കാളും കൂടുതലായിരിക്കും സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഓൾറെഡി ചേഞ്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കാഴ്ചക്കുറവുണ്ടാവും. അത് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ആക്കുകയുള്ളൂ നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നത്. സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ്. ഉറക്കം നമ്മൾ എന്തായാലും റെഗുലറൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ ഉൽപാദനത്തെയും എല്ലാം കൃത്യമാക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതിയൊക്കെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ കണ്ണിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് അലർജി ഉള്ളവരുണ്ടാവാം. ബേസിക്കലി ഡയബറ്റിക് ആൾക്കാർക്ക് കൺകുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനുള്ള സാധ്യതയും ഡയബറ്റീസിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും. അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു രോഗത്തെപ്പറ്റി ജനറലി ആളുകൾക്ക് കൊടുക്കാനുള്ള ചെറിയൊരു അഡ്വൈസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പോകും. പ്രമേഹ രോഗികളായിട്ടുള്ളവർ ആദ്യമേ നമ്മളിത് ലൈഫ് ലോങ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും ലൈഫ് ലോങ് ഫോളോ അപ്പ് വേണം. കൃത്യമായി പ്രമേഹം നിയന്ത്രിക്കുക. ഇടയ്ക്ക് നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ, രക്തമർദ്ദം കറക്റ്റായിട്ട് BP നോർമലൈസ് ചെയ്യുക. അതുപോലെ കൊളസ്ട്രോൾ ഫോളോ അപ്പ് നോക്കുക. പ്രത്യേകിച്ച് അനീമിയ, കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഇങ്ങനെയൊക്കെ ഉള്ള രോഗികൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രോഗ്രഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാതെ തന്നെ നോക്കാൻ സാധിക്കും. ചിട്ടയായ ജീവിതമാണ് ആവശ്യം. അതെ അതെ. താങ്ക് യു മാം. താങ്ക് യു. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയുള്ള ഒരു പദപ്രയോഗമാണ് കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വിലയറിയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രമേഹ രോഗികളുള്ള നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രാധാന്യം കണ്ണുകളുടെ ആരോഗ്യത്തിന് കൊടുക്കണമെന്നുള്ളത് ഈ ഒരു എപ്പിസോഡിലൂടെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിസോഡുമായി കാണും വരെ, ദിസ് ഇസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.